നമ്മുടെ ഈ സ്ത്രീകളൊക്കെ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന പല സ്ത്രീകളും വന്ന് അവരെ പീഡിപ്പിച്ച കഥകളും ഒക്കെ അവർ പറയുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇവർ കാര്യങ്ങളെ ഗൗരവമായി കാണാൻ പറ്റാൻ കഴിവുള്ളവരാണ്, അതുപോലെ വിദ്യാസമ്പന്നരാണ്, അതുപോലെ തന്നെ ഇവർക്ക് പ്രായം നല്ല പക്വതയോട് സംസാരിക്കുന്നുണ്ട് താനും. അപ്പോൾ എന്താണ് ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്ന് ഇവർക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിന്ന് അവർ വിട്ടുപോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരിതെല്ലാം ചെയ്ത് 10-15 വർഷം കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ഇന്ന് പറയുമ്പോൾ ഈ ആൾക്കാരുടെ കുടുംബത്തിൽ ഒരേ അവരുടെ ഭാര്യമാരെ മക്കളെ അവരൊക്കെ എന്തുമാത്രം നാണവും അവർക്ക് എന്തുമാത്രം വേദനകൾ കൊണ്ടെന്ന് ഇവർ മനസ്സിലാക്കണം. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സംഭവിച്ചിട്ടപ്പം നമ്മളത് പേഴ്സണലി സംസാരിച്ച് അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് അത് തീർന്നു. പിന്നെ അത് പൊക്കിക്കൊണ്ട് വന്ന് വെറുതെ അവരെ നമ്മൾ അവഹേളിക്കുന്നതിൽ ആവശ്യമില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം സിനിമാ മേഖലയിൽ ഈ പറഞ്ഞ ആൾക്കാരൊന്നും ആയിരിക്കില്ല, വേറെ എന്തുമാത്രം പേര് ഇവിടെ ഇപ്പം മിണ്ടാതിരിപ്പുണ്ട്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും വന്ന് പറയാത്ത എത്രയോ പേര് ആൾക്കാർ കാണും. എല്ലാം ചാൻസിന് വേണ്ടിയും അല്ലെങ്കിൽ നാളെ സിനിമയില്ലല്ലോ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്ന ഒരുപാട് പേര് കാണും. അപ്പം നമ്മൾ കുറേ പേരുടെ പേരുകൾ പറഞ്ഞ് അവരെ മാത്രം നമ്മൾ ചൂഷണം ചെയ്യുന്നതിലൊന്നും ഒരർത്ഥവും ഇല്ല. വെറുതെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് സമയം വേസ്റ്റ് ആക്കാം. ഇനി എന്ത് ചെയ്യാം എന്ന് നമ്മൾ ചിന്തിക്കുക.